ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, നേരത്തെ മനോജ് പറഞ്ഞു ഈ 6-ാം ദിനം കൂടുതൽ പേരെ രക്ഷിച്ചെടുക്കാൻ കഴിയും, കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും, എവിടെയെങ്കിലും ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ കൂടി എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സൈന്യവും ദൗത്യസംഘവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം, തിരച്ചിൽ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? KP ഇന്നും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ JCB ഉപയോഗിച്ചിട്ട് മണ്ണുകളെല്ലാം തന്നെ മാറ്റി അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ആരും തന്നെ ഇല്ല നിലവിൽ. കാരണം ആർമി ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിനെത്തിയ മറ്റ് സന്നദ്ധ പ്രവർത്തകരും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇന്നലെ മുതൽ നമുക്കറിയാം ഈ പ്രദേശത്ത് മുണ്ടക്കൈയുടെ പ്രധാനപ്പെട്ട ടൗൺ ഇരുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇവിടെ സേവാഭാരതിയുടെ പ്രവർത്തകർ ഉണ്ട്, സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. അവരോട് പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. എവിടെ നിന്ന് വരുന്നത്? മലപ്പുറം. എങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. തീർച്ചയായിട്ടും വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് പറയാൻ കഴിയുന്നില്ല. നമ്മൾ മനസ്സ് വേദനിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. കാരണം നമ്മളതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു മനസ്ഥിതി. കാരണം ഇത്രമാത്രം ഒരു വലിയൊരു ലാൻഡ് സ്ലൈഡ് നമ്മൾ എൻ്റെ ഒന്നും അറിവിൽ കേട്ടിട്ടില്ല. അല്ലാത്തൊരു അവസ്ഥയാണിത്. കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാന്നുള്ളൊരു മനസ്സാണ് ഇപ്പോൾ നമുക്കുള്ളത്. എന്തായാലും വന്ന വഴിയൊക്കെ വളരെയധികം ഹൃദയം പൊട്ടുന്നൊരു അവസ്ഥയിലാണ് കാണുന്നത്. അല്ലാത്തൊരു വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങൾ കോഴിക്കോട് ഉണ്ണികുളം വല്ലാത്ത അവസ്ഥ കണ്ടിട്ട് വന്നാൽ ഞങ്ങളിവിടെ ഇങ്ങനത്തെ ഇവിടെ വന്നേരാന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെ വലിയൊരു സംഭവമാണ്. പിന്നെ വീട്ടിൽ നിൽപ്പ് കൊണ്ടില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാ സംഘടനാ പ്രവർത്തകർ കൂടി 10-50 ആൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇവിടെ ചാളഞ്ഞൂരാണ്. സേവാഭാരതിയുടെ കോഴിക്കോട് ജില്ലേൻ്റെ കൺവീനറാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ 56ഓളം ആളുകളുണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ഭാഗങ്ങൾ തിരഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇവിടെ തിരയാന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നാണ്. എൻ്റെ പേര് ശ്രീജിത്ത്. കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറിയാണ് സേവാഭാരതിയുടെ. ഞങ്ങൾ 60 പേര് ഒരു ടീമായിട്ടാണ് ഇപ്പോൾ വന്നത്. ഏത് തരത്തിലുള്ള തെരച്ചിലിനൊക്കെയും തയ്യാറായിട്ടാണ് വന്നത്. ഞങ്ങൾ ജനറേറ്ററും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആയുധങ്ങൾ മുഴുവനുണ്ട്. എല്ലാ സജ്ജീകരണമായിട്ടാണ് ഒരു ടീം വന്നിട്ടുള്ളത്. ഹൃദയം പൊട്ടുന്നൊരു കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ TV യിലൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയേറെ വിഷമത്തോടു കൂടി ആ നിമിഷം കൂടി എത്തണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ സംഘടന നിർദ്ദേശം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന നിർദ്ദേശിക്കുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത് ഓരോ സമയത്തും. എന്തായാലും കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൃത്യമായ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ സേവാഭാരതിയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സന്നദ്ധരായി എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേക കേന്ദ്രങ്ങളിൽ, അതായത് വീടുണ്ടായിരുന്ന സ്ഥലം, ഇവിടെ ഏതെങ്കിലും സ്ഥലത്തിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്ന രീതിയിലാണ് തെരച്ചിലുണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാം ഒരു വീട് അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ ഉരുൾപൊട്ടി ഒരുപാട് ജീവനുകൾ എടുക്കുന്നത്. ആ സമയം ഇവിടെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, മണ്ണിനടിയിൽ ഇനി ഏതെങ്കിലും മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് ആഴത്തിൽ കുഴിയെടുത്ത് പരിശോധന നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കണ്ടോ, കൃത്യമായി പുതപ്പുകളും തലയണയും മറ്റ് ഉപകരണങ്ങളെല്ലാം തന്നെ അവിടെ തളം കെട്ടി നിൽക്കുന്നൊരു സ്ഥിതി നമുക്കറിയാം. ഏറെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നു. നമുക്കറിയാം ചെറിയ പാത്രങ്ങൾ ഉൾപ്പെടെ ആ മരങ്ങളും മറ്റും കല്ലുകളും വന്നടിഞ്ഞ് അതിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഒരു അവസ്ഥ അതെന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ടൗണിന്, ഒരു ഗ്രാമത്തെ ആകെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഷമത്തോടു കൂടിയല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. മുണ്ടക്കൈ എന്ന് പറയുന്നൊരു ചെറിയ ടൗൺ, ഒരു ഗ്രാമപ്രദേശത്തെ ഒരു ചെറിയ
ഭാഗം കച്ചവട സ്ഥാപനങ്ങളും മറ്റുമുണ്ടായിരുന്ന ഭാഗമാണിത് ഈ കാണുന്നത്. പക്ഷേ അത് പൂർണ്ണമായി തകർന്ന സ്ഥിതിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, മൃതദേഹങ്ങളുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ തകർന്നടിഞ്ഞ ദൃശ്യങ്ങളാണ്. അതൊക്കെ മാറ്റി അതിനിടയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു പരിശോധന തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.